ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യായിരുന്നു. ബെർണോളിസ് ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രോബ്ലവും ദെൻ ബെർണോളിസ് ഇക്വേഷൻ ഇൻ റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിലുള്ള പ്രോബ്ലവും നമ്മൾ നോക്കിയിരുന്നു. അതെല്ലാം നിങ്ങളെല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് അതിൻ്റെ നോട്ട് എഴുതി പോകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഈ ബെർണോളിസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ, ഈ ബെർണോളിസ് ഇക്വേഷൻ പ്രാക്ടിക്കലി എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. മെയിൻലി 3 സ്ഥലത്താണ് ഈ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് വെഞ്ചുറി മീറ്റർ, സെക്കൻഡ് ആണ് ഒറിഫേസ് മീറ്റർ, തേർഡ് ആണ് പിറ്റോട്ട് ട്യൂബ്. ഓക്കെ, ഇതിൽ ഈ ആദ്യത്തെ 2 വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഈ 3 മെഷറിംഗ് ഡിവൈസസ് ആണ്. അതിൽ ഈ ആദ്യത്തെ 2 വെഞ്ചുറി മീറ്റർ ഒറിഫേസ് മീറ്ററും ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഓർത്ത് വയ്ക്കുക, ഡിസ്ചാർജ് മെഷറിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, ഈ വെഞ്ചുറി മീറ്റർ അല്ലെങ്കിൽ ഒറിഫേസ് മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഈ പിറ്റോട്ട് ട്യൂബ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത്, പിറ്റോട്ട് ട്യൂബ് എന്ന് പറയുന്നത്. 3 ഓർത്ത് വയ്ക്കുക. ഓക്കെ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. 3 ഡിവൈസസ് ആണ്, വെഞ്ചുറി മീറ്റർ, ഒറിഫേസ് മീറ്റർ, പിറ്റോട്ട് ട്യൂബ്. അതിൽ വെഞ്ചുറി മീറ്റർ യൂസ് ചെയ്യുന്നത് ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണ്, ഒറിഫേസ് മീറ്റർ യൂസ് ചെയ്യുന്നതും ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണ്, പിറ്റോട്ട് ട്യൂബ് യൂസ് ചെയ്യുന്നത് എന്താണ്, വെലോസിറ്റി മെഷർ ചെയ്യാനാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, വെഞ്ചുറി മീറ്ററും ഒറിഫേസ് മീറ്ററും 2 ഡിസ്ചാർജ് മെഷർ ചെയ്യാനാണ്, എന്തിനാണ് അങ്ങനെയെന്ന് ചോദിക്കും അല്ലേ. ആ ഡിഫറൻസ് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. വെഞ്ചുറി മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ് ആസ് കമ്പയർഡ് ടു ഒറിഫേസ് മീറ്റർ. ഒറിഫേസ് മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, അതായത് കൺസ്ട്രക്ഷൻ ഓഫ് വെഞ്ചുറി മീറ്റർ ഈസ് സം വാട്ട് ഡിഫിക്കൾട്ട് കമ്പയർഡ് ടു വാട്ട് ഒറിഫേസ് മീറ്റർ. ക്ലിയർ, അതാണ് ഒരു മെയിൻ തിങ്. ബട്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഒറിഫേസ് മീറ്റർ തന്നെ യൂസ് ചെയ്തൂടെ എന്നുള്ളൊരു ചോദ്യം വരാം. എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ട് വെഞ്ചുറി മീറ്ററും യൂസ് ചെയ്യണു അല്ലേ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ വൈസ് സിമ്പിളാണ് ഒറിഫേസ് മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അക്യുറസി ഉണ്ട് അല്ലേ, അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മൾ വെഞ്ചുറി മീറ്ററാണ് യൂസ് ചെയ്യുക. ഈ വെഞ്ചുറി മീറ്റർ ആയിക്കോട്ടെ ഒറിഫേസ് മീറ്റർ ആയിക്കോട്ടെ, രണ്ടും നമ്മൾ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. ഓർത്ത് വയ്ക്കുക, വെഞ്ചുറി മീറ്റർ ആയിക്കോട്ടെ ഒറിഫേസ് മീറ്റർ ആയിക്കോട്ടെ, ദീസ് ആർ യൂസ്ഡ് ടു മെഷർ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ത്രൂ ദ പൈപ്പ്. പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണ് വെഞ്ചുറിയും ഒറിഫേസും. ഇപ്പോൾ നമ്മൾക്ക് അത്ര അക്യുറേറ്റ് ആയിട്ട് റീഡിങ് വേണമെന്നില്ലെങ്കിൽ നമുക്കവിടെ ഒറിഫേസ് മീറ്റർ യൂസ് ചെയ്യാം. ബട്ട് ഭയങ്കര പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് വേണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് യൂസ് ചെയ്യും, വെഞ്ചുറി മീറ്റർ യൂസ് ചെയ്യും. ക്ലിയർ, ഇതാണ് മേജർ ഡിഫറൻസ് ഉള്ളത്. ബാക്കി നമുക്ക് ഓരോ ഡിവൈസും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ അതോടൊപ്പം പഠിച്ച് പോവുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ഫസ്റ്റ് വൺ ആണ് വെഞ്ചുറി മീറ്റർ. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെഞ്ചുറി മീറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ റേറ്റ് ഓഫ് ഫ്ലോ. റേറ്റ് ഓഫ് ഫ്ലോ തന്നെയാണ് ഡിസ്ചാർജ് അല്ലേ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്. പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ത്, വെഞ്ചുറി മീറ്റർ. ഈ വെഞ്ചുറി മീറ്ററിൽ മെയിനായിട്ട് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത് 3 പാർട്ടാണ്. 3 പാർട്ടാണ് വെഞ്ചുറി മീറ്ററിലുള്ളത്. ആദ്യത്തെ പാർട്ടാണ് ഷോർട്ട് കൺവേർജിങ് പാർട്ട് എന്ന് പറയും, രണ്ടാമത്തതാണ് ത്രോട്ട് എന്ന് പറയും, മൂന്നാമത്തത് ഡൈവേർജിങ് പാർട്ട് എന്ന് പറയും. ഇത് വർക്ക് ചെയ്യണ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്, ബെർണോളിസ് ഇക്വേഷൻ ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ കൺവേർജിങ് പാർട്ട്, ത്രോട്ട്, ഡൈവേർജിങ് പാർട്ട് എന്ന് പറയും. ഇവിടെ ഷോർട്ട് കൺവേർജിങ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനും ഒരു കാരണമുണ്ട്. ഇതാണ് നമ്മളെ വെഞ്ചുറി മീറ്റർ. മൊത്തത്തിലുള്ള സെറ്റപ്പാണ് വെഞ്ചുറി മീറ്ററിൻ്റെ. ഇത് വെഞ്ചുറി മീറ്ററിൽ പെടില്ല, ഇത് നമ്മുടെ മാനോമീറ്റർ ആണ്. എക്സാക്ട്ലി ഇത്രയുമാണ് എന്ത് വെഞ്ചുറി മീറ്റർ വരുന്നത്. ഇവിടെ നിന്ന് ഈ പാർട്ട് വെഞ്ചുറി മീറ്ററിൻ്റെ ഭാഗമാണ്, ഇത് വെഞ്ചുറി മീറ്ററിൻ്റെ ഭാഗമാണ്, ഇത് വെഞ്ചുറി മീറ്ററിൻ്റെ ഭാഗമാണ്. ഇതാണ് കൺവേർജിങ് പാർട്ട് എന്ന് പറയുന്നത് അല്ലേ. കൺവേർജിങ് പാർട്ട് അല്ലെങ്കിൽ അതിനെ കൺവേർജൻ കോൺ എന്ന് പറയും. അത് ഷോർട്ട് ആണല്ലോ, ചെറുതാണ് കമ്പയർ ടു വാട്ട്, ഡൈവേർജൻറ്റ് കോൺ. ഡൈവേർജൻറ്റ് കോൺ അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ കൺവേർജൻറ്റ് കോൺ അല്ലെങ്കിൽ കൺവേർജൻറ്റ് പാർട്ട് എന്താണ്, ഷോർട്ടാണ്. ക്ലിയർ, മനസ്സിലാക്കുക. ദെൻ ഇതാണ് ത്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ പൈപ്പാണ്. അതായത് ഈ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജാണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ പൈപ്പ് ഒരു ലോങ് പൈപ്പായിരിക്കും. ഈ ലോങ് പൈപ്പിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ പൈപ്പ് കട്ട് ചെയ്തിട്ട് പൈപ്പിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ഫിറ്റ് ചെയ്യുക, വെഞ്ചുറി മീറ്റർ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുക.
ഓക്കെ, വെഞ്ചുറി മീറ്റർ ഫിറ്റ് ചെയ്തു. ഈ വെഞ്ചുറി മീറ്ററിൻ്റെ കൺവേർജിങ് പാർട്ടാണിത്. ഓക്കെ, ആദ്യം കൺവേർജിങ് ഇൻലെറ്റ് സൈഡിലാണ് കൺവേർജിങ് വരിക. കൺവേർജിങ് ഉണ്ട്, ദെൻ ഇവിടെ ഒരു ത്രോട്ട് ഉണ്ട്, ദെൻ എന്താണ് ഒരു ഡൈവേർജിങ് പാർട്ട് ഉണ്ട്. ഡൈവേർജിങ് പാർട്ടിൻ്റെ എൻഡിൽ പൈപ്പിൻ്റെ വേറെ പോർഷൻ നമ്മൾ കണക്ട് ചെയ്ത് ഇടും. അപ്പോൾ ഇതിനകത്തൂടെ എന്ത് ചെയ്യാണ്, വെള്ളം ഒഴുകണം. വെള്ളമോ ഓയിലോ എന്തോ ആയിക്കോട്ടെ, വാട്ടറോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഈ ആംഗിൾ നോക്കുക. കൺവേർജൻറ്റ് കോൺ അല്ലെങ്കിൽ കൺവേർജിങ് പാർട്ടിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ഡിഗ്രി ആയിരിക്കും, 20 ഡിഗ്രി ആയിരിക്കും. ഡൈവേർജൻറ്റ് കോണിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 7 ഡിഗ്രി ആണ്. ക്ലിയർ? ഓക്കെ, ഈ എന്താണ് ഇവിടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നടക്കുന്നത്? കൺവേർജൻറ്റ് കോണിൽ എന്താ നടക്കുക, പൈപ്പിലൂടെ ഒഴുകി വരുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഈ കൺവേർജൻറ്റ് കോണിലെത്തുമ്പോൾ ആ ലിക്വിഡിന് എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ഇതിന് ഈ ഏരിയയിലൂടെ ഒഴുകിയ ഫ്ലൂയിഡ് കുറഞ്ഞ് ഈ ഏരിയയിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഏരിയയിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ, കുറഞ്ഞ ഏരിയയിലൂടെ ഫ്ലൂയിഡ് ഒഴുകുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി കൂടുകയാണ് ചെയ്യുക അല്ലേ. ഏരിയ കൂടിയ ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി ഏരിയ കുറഞ്ഞ ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ എന്ത് കൂടും, വെലോസിറ്റി കൂടും അല്ലേ. ആ വെള്ളത്തിൻ്റെ ഫ്ലോൻ്റെ എന്താണ്, വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് അവിടെ എന്ത് കുറയും, വെലോസിറ്റി കൂടിയ എന്താണ് കുറയുക, പ്രഷർ കുറയും. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെ കുറഞ്ഞ് ഈ കൺവേർജിങ് കോണിൻ്റെ ഏരിയ ഒരു മിനിമം ഏരിയയിലെത്തുമ്പോൾ ആ ഏരിയയിൽ എന്താണ്, ഒരു ത്രോട്ട് ഉണ്ടാവും. അതൊരു സെർട്ടൈൻ ഡയമീറ്ററിൽ ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസിലാണ്, ഒരു സെർട്ടൈൻ ലെങ്ത്തിലാണ് ആ ത്രോട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ത്രോട്ടിലായിരിക്കും എന്ത് സംഭവിക്കുക, മിനിമം പ്രഷർ ഉണ്ടാവും, മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമം പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ദെൻ ഈ ത്രോട്ടിൽ നിന്ന് വീണ്ടും ഒരു പാർട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്, ഒരു ഡൈവേർജൻറ്റ് പാർട്ടാണ് അല്ലേ. ഒരു ഡൈവേർജൻറ്റ് കോണ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡൈവേർജൻറ്റ് കോണിൻ്റെ നീളം നോക്കുക, കൺവേർജൻറ്റ് കോണിനേക്കാളും കൂടുതലാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ആംഗിൾ എത്രയാണ്, 7 ഡിഗ്രിയാണ്, 7 ഡിഗ്രിയാണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡൈവേർജൻറ്റ് കോണിൻ്റെ നീളം കൂട്ടാൻ കാരണം ഇവിടുന്ന് ഇത് കൺവേർജ് ചെയ്ത ഫ്ലൂയിഡാണ് ഇവിടെ ഉള്ളത്. ഒറ്റയടിക്ക് തന്നെ ഒരു ഷോർട്ട് ലെങ്ത്തിൽ തന്നെ നമ്മൾ ഈ ഡൈവേർജൻറ്റ് കോണിനെ ഡൈവേർജ് ചെയ്യിപ്പിച്ചിട്ട് ഈ പൈപ്പിൻ്റെ ഡയമീറ്ററിൻ്റെ സൈസിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഫ്ലോ പ്രോപ്പർ ആവില്ല. ഇവിടെ ഇങ്ങനെ ഫ്ലോ എന്താണ്, എഡീസ് ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഫ്ലോ എന്താണ്, ഇതിലൂടെ ഒഴുകുന്ന ഫ്ലോ ഇങ്ങനെ ബാക്കിലേക്ക് ഒഴുകി ഇവിടെ എഡീസ് ഫോം ചെയ്ത് ഇവിടെ ലോസസ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡ് ഇതിൻ്റെ ഈ ഡൈവേർജൻറ്റ് കോൺ അല്ലെങ്കിൽ ഈ പൈപ്പിൻ്റെ മാക്സിമം ഏരിയയിലൂടെയും കൂടെ എന്ത് ചെയ്യണം, ഫ്ലൂയിഡ് ഒഴുകണം. മാക്സിമം കോണ്ടാക്ട് ഏരിയ ഫ്ലൂയിഡിന് കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡൈവേർജൻറ്റ് കോണിൻ്റെ നീളം കൂട്ടിയിരിക്കണം. അങ്ങനെ കൂട്ടുമ്പോൾ ലോസസ് കുറയും, അക്യുറസി കൂടും. അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അതിനാണ് ഈ ഡൈവേർജൻറ്റ് കോണിൻ്റെ നീളം കൂട്ടിയിരിക്കുന്നത്. ചോദ്യം വരാം, ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് എന്താ, ഡിസ്ചാർജ് മെഷർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഡിസ്ചാർജ് മെഷർ ചെയ്യണമെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാനോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യണത്. അതായത് മാനോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ ഡിഫറൻസ് കിട്ടും. ആ പ്രഷർ ഡിഫറൻസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രഷർ ഡിഫറൻസ് യൂസ് ചെയ്ത് നമുക്ക് പ്രഷർ ഹെഡ് കണ്ടുപിടിക്കാം. ആ പ്രഷർ ഹെഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ചാർജ് കാണാനായിട്ട് നമ്മളൊരു മാനോമീറ്റർ വെഞ്ചുറിമീറ്ററിൽ കണക്ട് ചെയ്യണം. ഒന്ന് ഇൻലെറ്റ് പോർഷനിലും ഒന്ന് ഔട്ട്ലെറ്റ് പോർഷനിലുമാണ് കണക്ട് ചെയ്യുക. ഇൻലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് അപ്സ്ട്രീം സൈഡിലും ഒന്ന് ഡൗൺ സ്ട്രീം സൈഡിലും എന്ന് പറയും. അപ്സ്ട്രീം സൈഡ് എന്ന് പറഞ്ഞാൽ ഫ്ലോൻ്റെ അപ്സ്ട്രീം സൈഡാണ്. അതായത് ഫ്ലോ ഫുള്ളായിട്ടുള്ളത്, അതായത് പൈപ്പിലല്ലേ ഫുൾ ഫ്ലോ വരുന്നത് അല്ലേ. അതായത് ഫുൾ പ്രഷർ, ഹൈ ഒരു മിനിമം പ്രഷർ ഉള്ളത് അല്ലേ. അത് നോർമലായിട്ട് വെള്ളത്തിൽ ഒരേ ഡയമീറ്ററിലൂടെ ഒഴുകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രഷർ, ഒരു നോർമൽ പ്രഷർ ആയിരിക്കും ഉണ്ടാവും. അവിടെ കണക്ട് ചെയ്യുന്നു. ദെൻ ഏറ്റവും എന്താണ്, വെലോസിറ്റി കൂടിയ ഭാഗത്തുള്ള പോയിന്റിലും കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്, പ്രഷർ മിനിമം ആണ് ഉണ്ടാവുക. അപ്പോഴല്ലേ ഈ 2 പോയിന്റ് ഇടയ്ക്കുള്ള പ്രഷർ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ഇൻലെറ്റിലും കണക്ട് ചെയ്യണത്, അതായത് ഒന്ന് ഇൻലെറ്റ് സൈഡ് അല്ല, ഇൻലെറ്റ് സൈഡിലും കണക്ട് ചെയ്യണം. വേറൊന്ന് എവിടെ കണക്ട് ചെയ്യും, ത്രോട്ടിലും കണക്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് മെർക്കുറി ഉണ്ടാവും. അപ്പോൾ ഈ 2 സൈഡിലും ഈ മാനോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ഇവിടെയുള്ള പ്രഷർ ആയിരിക്കില്ല ഇവിടെയുള്ള പ്രഷർ. ഇവിടെ പ്രഷർ ഹയർ സൈഡിലായിരിക്കും, ഇവിടെ പ്രഷർ ലോവർ സൈഡിലായിരിക്കും. അപ്പോൾ ഈ ഹയർ സൈഡിലുള്ള പ്രഷറും ഈ ലോവർ സൈഡിലുള്ള പ്രഷറിൻ്റെ ഡിഫറൻസ് ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൽ എഫക്റ്റ് ചെയ്യും. അതിനനുസരിച്ച് മാനോമെട്രിക് ഫ്ലൂയിഡായ മെർക്കുറിയിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ നമ്മൾ നോട്ട് ചെയ്യും. അതിന് ഇവിടെ വൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഞാൻ ഡെറൈവ് ചെയ്യുമ്പോൾ ഈ വൈക്ക് പകരം എക്സ് എന്നാണ് എടുത്തിരിക്കുന്നത്. അത് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് ആണ് പ്രഷർ ഡിഫറൻസ് അല്ലേ. പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട്. ഇൻലെറ്റും ത്രോട്ടും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണിത്.
ഓക്കെ, അത് വെച്ച് നമ്മൾ പ്രഷർ ഹെഡ് കണ്ടുപിടിക്കും, ദെൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു വെഞ്ചുറി മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ചിത്രം വേണം, ചിത്രത്തിൽ നിന്ന് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമുക്ക് ഡയറക്റ്റ് ഇനി ഡെറിവേഷനിലേക്ക് പോവാം. വെഞ്ചുറി മീറ്ററിൻ്റെ ഡിസ്ചാർജ് കാണാനുള്ള ഡെറിവേഷനിലേക്ക് പോവാം. എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ വെഞ്ചുറി മീറ്റർ. വെഞ്ചുറി മീറ്ററിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ കാണാനുള്ള എക്സ്പ്രഷനാണ്. ഓക്കെ, അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്താണ്, ചിത്രം വേണം, വെഞ്ചുറി മീറ്റർ വേണം. ഇത് പൈപ്പാണ്, ഇത് കൺവേർജൻറ്റ് പാർട്ടാണ്, ഇത് ത്രോട്ടാണ്, ദെൻ ഇത് ഡൈവേർജൻറ്റ് പാർട്ടാണ്, ഇത് അഗെയിൻ പൈപ്പാണ്, ഇത് ഇൻലെറ്റ് ആണ്. ഇൻലെറ്റിൽ നമ്മളൊരു മാനോമീറ്റർ കണക്ട് ചെയ്ത് ഒരു എൻഡ് കണക്ട് ചെയ്തു. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ത്രോട്ടാണ്, ത്രോട്ടിൽ ഒരു എൻഡ് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഇൻലെറ്റിലും ത്രോട്ടിലും തമ്മിലുള്ള വെള്ളത്തിൻ്റെ ഡിഫറൻസ് ആണ്, വെള്ളമല്ല പ്രഷർ ഡിഫറൻസ് ആണ് ഇവിടെ ഈ ഡിഫ്ലക്ഷൻ ഉള്ളത്, മെർക്കുറിയുടെ ഡിഫ്ലക്ഷൻ ഉള്ളത്. ആ ഡിഫ്ലക്ഷനുള്ള എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഹൈറ്റും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഉള്ള സെക്ഷൻ ഇൻലെറ്റ് സെക്ഷനാണിത് അല്ലേ, 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഔട്ട്ലെറ്റ് സെക്ഷൻ ത്രോട്ടാണ്, അതിന് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഈ പൈപ്പ് തന്നെയാണ് അല്ലേ, D1 ആണ് ഡയമീറ്റർ അറ്റ് ഇൻലെറ്റ് അല്ലേ, ഡയമീറ്റർ അറ്റ് ഇൻലെറ്റ് അല്ലെങ്കിൽ ഡയമീറ്റർ അറ്റ് സെക്ഷൻ 1 എന്ന് പറയാം. ഈ സെക്ഷൻ 1ലുള്ള പ്രഷറിനെ നമുക്ക് P1 എടുക്കാം. സെക്ഷൻ 1ലുള്ള വെലോസിറ്റി, ഇവിടെയുള്ള വെലോസിറ്റിനെ V1 എന്ന് എടുക്കാം. വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 1 എന്ന് എടുക്കാം അല്ലേ. ദെൻ ഏരിയ അറ്റ് സെക്ഷൻ 1. സെക്ഷൻ 1ലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്തെന്ന് എടുക്കാം, നമുക്ക് A1 എന്ന് എടുക്കാം. ഇവിടെ A എന്ന് ഇട്ടിട്ടുള്ളൂ, A1 എന്നാണ് കേട്ടോ. ദിസ് ഈസ് ഹിയർ A1. സോറി, ഇവിടെ വേണം, ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ A1 ആണ്, A1 ആണ് സെക്ഷൻ അറ്റ് 1 എന്ന് പറഞ്ഞാൽ A1 ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, A1 ആണ് ഹിയർ. A1 എന്ന് പറഞ്ഞാൽ ഏരിയ അറ്റ് സെക്ഷൻ 1 ആണ്. ദാറ്റ് വി ക്യാൻ റൈറ്റ് എന്താണ്, A1 എന്ന് പറഞ്ഞാൽ π/4 D1 സ്ക്വയർ എന്ന് എഴുതാം. ഇതിപ്പോൾ സെക്ഷൻ 1 ഡിസ്കസ് ചെയ്ത്. അതേപോലെ സെക്ഷൻ 2 ഉണ്ടല്ലോ, ത്രോട്ടല്ലേ, ത്രോട്ടിലുള്ള ഏരിയ എന്തായിരിക്കും, ഡയമീറ്റർ എന്തായിരിക്കും, ത്രോട്ടിൻ ഡയമീറ്ററിന് ഇവിടെ സെക്ഷൻ 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് D2 എന്ന് കൊടുക്കാം, ശരിയല്ലേ, D2 എന്ന് കൊടുക്കാം, D2 എന്ന് കൊടുക്കാം. ഡയമീറ്റർ അറ്റ് ത്രോട്ട് അതാണ് സെക്ഷൻ 2, D2 എന്ന് കൊടുക്കാം. ത്രോട്ടിലുള്ള പ്രഷർ P2 എന്ന് കൊടുക്കാം. ത്രോട്ടിലുള്ള വെലോസിറ്റി V2 എന്ന് കൊടുക്കാം. ത്രോട്ടിലുള്ള ഏരിയ A2 എന്ന് കൊടുക്കാം അല്ലേ. ദെൻ ഈ സെക്ഷൻ 1ഉം സെക്ഷൻ 2ലും നമ്മൾ എന്ത് ചെയ്യാണ്, ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അപ്ലൈ ചെയ്യും ബെർണോളിസ് ഇക്വേഷൻസ് അറ്റ് സെക്ഷൻ 1 and 2. സെക്ഷൻ 1ലും 2ലും ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്താൽ, സെക്ഷൻ 1ൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, P1/ρg പ്ലസ് V1 സ്ക്വയർ ബൈ 2g പ്ലസ് Z1 എഴുതാം. ക്ലിയർ അല്ലേ. ഈക്വൽ ടു സെക്ഷൻ 2ൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ P2/ρg പ്ലസ് V2 സ്ക്വയർ ബൈ 2g പ്ലസ് Z2 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ വെഞ്ചുറി മീറ്റർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഹൊറിസോണ്ടലാണ് അല്ലേ, ഹൊറിസോണ്ടലായിട്ടാണ് വെഞ്ചുറി മീറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഡാറ്റം ഹെഡ് ഉണ്ടാവുമോ, ഓഫ് കോഴ്സ് ഉണ്ടാവും, ബട്ട് എന്താണ്, സെയിം ആണ് അല്ലേ. ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തത് എന്താണ്, Z1 ഈക്വൽ ടു എന്താ വരിക, Z2 ആണ് വരിക. ക്ലിയർ അല്ലേ, ഓർത്ത് വയ്ക്കുക, നോട്ട് ചെയ്തിടുക. Z1 ഈക്വൽ ടു Z2 ആണ് വരുന്നത്. സോ ദ എബോവ് ഇക്വേഷൻ ബിക്കംസ് വാട്ട്, ഈ മേലത്തെ ഇക്വേഷൻ എന്താ വരിക, ഈ ഇക്വേഷനിൽ എന്ത് വരുന്നു, ഇത് ഹൊറിസോണ്ടലായിട്ട്, പൈപ്പ് ഹൊറിസോണ്ടലാണ് അല്ലേ. പൈപ്പ് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ വെഞ്ചുറി മീറ്ററും ഹൊറിസോണ്ടലായിട്ട് തന്നെ ഉണ്ടാവുക, കാരണം ഹൊറിസോണ്ടൽ പൈപ്പിലാണല്ലോ ഇത് വെക്കുന്നത്. അപ്പോൾ ഡാറ്റത്തിൽ നിന്നുള്ള റെഫറൻസിൽ നിന്നുള്ള ഹൈറ്റ് സെക്ഷൻ 1 ആയിക്കോട്ടെ സെക്ഷൻ 2 ആയിക്കോട്ടെ സെയിം ആയിരിക്കും. അതുകൊണ്ട് Z1 ഈക്വൽ ടു Z2 ആണ്. അപ്പോൾ ദ എബോവ് ഇക്വേഷൻ ബിക്കംസ് എന്താണ്, P1/ρg പ്ലസ് V1 സ്ക്വയർ ബൈ 2g വിച്ച് ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2 സ്ക്വയർ ബൈ 2g എന്ന് വരും. ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി ചെയ്താൽ, P1/ρgയുടെ P1 പ്രഷറിൻ്റെ ഒരു ടേമിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെ ചെയ്താൽ, P1 മൈനസ് V2/ρg വിച്ച് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g എന്ന് എഴുതാം. ഇനി നമുക്കറിയാം P1 മൈനസ് P2/ρg എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് ആണ് അല്ലേ. പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ് എവിടേക്കോ, സെക്ഷൻ 1ഉം സെക്ഷൻ 2ലുള്ള പ്രഷർ ഹെഡ് ഡിഫറൻസ് ആണ് എന്ത്, P1 മൈനസ് P2/ρg എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ അത് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ് അല്ലേ, P/ρg എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് അല്ലേ. പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, H എന്നാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ, H എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു H ഓർ P1 മൈനസ് P2/ρg ഈക്വൽ ടു H, പ്രഷർ ഹെഡ് എന്ന് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഇൻ എബോവ് ഇക്വേഷൻ വി ഗെറ്റ്, അതായത് നമ്മളിവിടെ ഇപ്പോൾ P1 മൈനസ് P2/ρg ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g എന്ന് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പ്രഷർ ഹെഡ് ആണെന്ന് അറിയാം, H എന്നാണ് നമ്മൾ എന്താണ് ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത് അല്ലേ. P/ρg H എന്ന് കൊടുത്തിട്ടുണ്ട്, പ്രഷർ ഹെഡിന് H എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ H എന്നുള്ള വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തെന്ന് എഴുതാം, H ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2g മൈനസ് V1 സ്ക്വയർ ബൈ 2g എന്ന് എഴുതാം. ക്ലിയർ അല്ലേ. എഴുതി ഇതിനെ നമ്മൾ
ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഈ ഹെച്ചിൻ്റെ വാല്യൂവിനെ ഇതിന് എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണു, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും എന്ത് ചെയ്യണു, കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എന്താ അറിയുക, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ്, ഡിസ്ചാർജ് അറ്റ് സെക്ഷൻ 1 ഈക്വൽ ടു ഡിസ്ചാർജ് അറ്റ് സെക്ഷൻ 2 ആണ്. അത് A1 V1 ഈക്വൽ ടു എന്താണ്, A2 V2 ആണ്. സോ വി ക്യാൻ റൈറ്റ് A1 V1 ഈക്വൽ ടു A2 V2. എന്തിനാണ് ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അപ്ലൈ ചെയ്തത്? ഇവിടെ നമുക്ക് ഹെച്ചിൻ്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. V2² മൈനസ് V1² ഉണ്ട് അല്ലേ. ഇതിൽ ഈ V2 V1 ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ V2നെയോ V1നെയോ ഏതെങ്കിലും ഒന്നിൻ്റെ ടേമിലേക്കാണ്, ഒന്നില്ലെങ്കിൽ V2നെ V1ൻ്റെ ടേമിലോ ഇല്ലെങ്കിൽ V1നെ V2ൻ്റെ ടേമിലോ ആക്കിയിട്ട് നമുക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ അതിനാണ്. അപ്പോൾ ഇവിടെ A1 V1 ഈക്വൽ ടു A2 V2 എന്ന് കിട്ടി. ഇപ്പോൾ ഇതിനെ ഞാൻ V1 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം, A2 V2 ബൈ A1 ആയി. അപ്പോൾ ഞാൻ ഈ മേലെയുള്ള ഇക്വേഷൻ 1ൽ V1 ഞാൻ എന്ത് കൊടുക്കണു, V1 പകരം എന്ത് കൊടുക്കണു, A2 V2 ബൈ A1 എന്ന് കൊടുക്കുകയാണ്. V1 പകരം എന്ത് കൊടുക്കണു, A2 V2 ബൈ V1 എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ? അതവിടെ എഴുതിയിരിക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് V1 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1ൽ എന്താണ്, V1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, H ഈക്വൽ ടു V2²/2G. ഇവിടെ V2²/2G ആണ്. മൈനസ് V1 പകരം എന്ത് കൊടുക്കും, A2 V2 ബൈ A1 കൊടുക്കും. അപ്പോൾ A2 V2 ബൈ A1 2/2G എന്ന് വരും. A2 V2 ബൈ A1 2/2G എന്ന് വരും. ദെൻ ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ A1 താഴെ വരില്ലേ, A1 താഴെ വരും. താഴെ വരുമ്പോൾ ഇവിടെ V2²/2G ഉണ്ട്, ഇവിടെയും V2²/2G ഉണ്ട് അല്ലേ. ഈ സൈഡും V2²/2G ആണ്, ഇവിടെയും V2²/2G വരും. ഇപ്പോൾ V2²/2G നമ്മൾ എന്ത് ചെയ്യണു, കോമൺ ആണ് ഈ രണ്ട് ഫാക്ടറിലും. അത് നമ്മൾ പുറത്തെടുക്കും. അപ്പോൾ V2²/2G ഇൻറ്റു ഇവിടെ എന്താണ്, അപ്പോൾ ഇവിടെ എന്താ 1 അല്ല വരിക, 1 മൈനസ് ഇവിടെ റിമൈനിങ് എന്താ വരിക, A2² എന്നാണ് വരിക. സോ A2²/A1² എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു V2²/2G ഇൻറ്റു ഇവിടെ എന്താണിത്, 1 മൈനസ് A2²/A1² അല്ലേ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൂടെ. സോ എന്ത് കിട്ടും, A1² മൈനസ് A2²/A1² എന്ന് വരും. എന്താണ്, H ഈക്വൽ ടു ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ H ഈക്വൽ ടു V2²/2G ഇൻറ്റു A1² മൈനസ് A2²/A1² എന്നല്ലേ നമുക്ക് വേണ്ടത്, V2² എന്നാണ് വേണ്ടത് അല്ലേ. അപ്പോൾ V2²ൻ്റെ വാല്യൂവിലേക്കാണ് എത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ V2² മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിന് എന്താണ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകാണ്. സോ നമ്മൾ എഴുതും V2² ഈക്വൽ ടു 2G ഇങ്ങോട്ട് വരും. അപ്പോൾ എന്താണ്, ഇവിടെ ഓൾറെഡി H ഉണ്ട്, അപ്പോൾ 2GH ആയി. ദെൻ റിമൈനിങ് ഇതാണ് A1² മൈനസ് A2²/A1² ആണ്. ഇത് ഡിവൈഡ് അല്ലേ, താഴെയല്ലേ A1² കൊടുക്കണം. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ മേലെ വരും. ഇവിടെ മേലെയാണ് A1² മൈനസ് A2², അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് എടുക്കുമ്പോൾ താഴെ വരും. സോ 2GH ഇൻറ്റു A1²/A1² മൈനസ് A2² എന്ന് വരും. ഇവിടെ നമുക്ക് V2² ആണ്, നമുക്ക് V2 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണു, V2 എന്ന് പറയുമ്പോൾ V2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 2GH ഇൻറ്റു A1²/A1² മൈനസ് A2² എന്നായി. സോ നമ്മളിവിടെ റൂട്ട് എടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് A1² എന്ന് പറഞ്ഞാൽ A1 ആണ്. അപ്പോൾ A1² ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു ഇത് റൂട്ട് 2GH തന്നെ അല്ലേ. നമുക്കറിയാം ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്, Q ഈക്വൽ ടു A2 ഇൻറ്റു V2 എന്നാണ് ഡിസ്ചാർജ് അല്ലേ. Q ഈക്വൽ ടു A2 ഇൻറ്റു V2. അപ്പോൾ V2ൻ്റെ വാല്യൂ ഇവിടെ കിട്ടി, എന്താണ്, A1 ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് V2ൻ്റെ. അപ്പോൾ Q ഈക്വൽ ടു A2 ഇൻറ്റു A1 ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH. സോ വിച്ച് ഈസ് ഈക്വൽ ടു A1 A2 ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH എന്ന് കിട്ടി. ഇതിന് എന്തെന്ന് പറയാം, ഇതിന് നമുക്ക് എന്ത് കൊടുക്കുക, ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയ ഈ ഇക്വേഷനാണ്, ഇതെന്താണ്, തിയററ്റിക്കൽ ഇക്വേഷനാണ് എന്തിൻ്റെ, ഡിസ്ചാർജിൻ്റെ. ഓക്കെ, A1 A2 ബൈ ഇതിങ്ങനെ എഴുതിക്കൂടെ, A1 A2 ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH എന്നുള്ള. അപ്പോൾ ഈ ഇക്വേഷൻ 2 gives the discharge under ideal condition and is called theoretical discharge. ഇത് തിയററ്റിക്കൽ ഡിസ്ചാർജ് ആണ്. തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലോസസ് ഒന്നും തന്നെ ഒന്നും കൺസിഡർ ചെയ്യണില്ല നമ്മൾ. ക്ലിയർ? ഐഡിയൽ കണ്ടീഷനിലാണ് എടുക്കുന്നത്. Here we are not considering any losses, we are considering in ideal condition. But actual discharge എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, തിയററ്റിക്കൽ ഡിസ്ചാർജിനെക്കാളും കുറവായിരിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് എഴുതാന്ന് വെച്ചാൽ ആക്ച്വൽ ഡിസ്ചാർജ്, Q സഫിക്സിൽ ACT എന്നിട്ടുണ്ട്. ACT സ്റ്റാൻഡ്സ് ഫോർ ആക്ച്വൽ എന്നാണ്. സോ ആക്ച്വൽ ഡിസ്ചാർജ് ഈക്വൽ ടു CD എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരും. ഓക്കെ, CD ഇൻറ്റു A1 A2 ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു റൂട്ട് 2GH. ഇത് തന്നെയാണ് ഇതിൻ്റെ കൂടെ ഈ വാല്യൂ തന്നെ, ഈ വാല്യൂൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ഉണ്ട്, CD മൾട്ടിപ്ലൈ ഉണ്ട്. CD എന്ന് പറഞ്ഞ ഒന്നുമില്ല, കോയിഫിഷ്യൻ്റ് ഓഫ് വെഞ്ചുറിമീറ്റർ ആണ്. ജനറലി നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയും. ഓക്കെ, CD ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്.
നോർമലി ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ വെഞ്ചുറിമീറ്ററിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ <1 ആയിരിക്കും ഉണ്ടാവുക. വാല്യൂ എങ്ങനെയാണ്? <1 ആണ് ഉണ്ടാവുക. ജനറലായിട്ട് ഈ വെഞ്ചുറിമീറ്ററിൻ്റെ CD-യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.95 to 0.98 ആണ് ഉണ്ടാവുക. ക്ലിയർ? ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ വെഞ്ചുറിമീറ്ററിൻ്റെ കുറിച്ചുള്ള ഡെറിവേഷൻ. ഈ ഇക്വേഷനാണ് നമുക്ക് അറിയേണ്ടത്. CD × A1 A2 / √A1² - A2² × √2GH. അപ്പോൾ എല്ലാവരും ഈ ഡെറിവേഷൻ ഇന്ന് തന്നെ എഴുതി പഠിക്കുക. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം.